അപ്പം മാഡം അദ്ദേഹത്തിന് കൂടെ വർക്ക് ചെയ്തു. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു ഇൻസിഡന്റ് ആ സെറ്റിൽ നടന്ന് എന്തെങ്കിലും ഒരു നല്ലൊരു സ്റ്റോറി കുക്ഡപ്പ് ചെയ്തിട്ട് എരിവും പുളിയൊക്കെ ചേർത്തിട്ട് എന്തെങ്കിലും ഒന്ന് പറയണം. എന്നാലും ഞങ്ങളുടെ TRPയും കയറുള്ളൂ, അദ്ദേഹത്തിന് PRP ഞങ്ങൾ വെറുതെ വിടുക ചെയ്യുള്ളൂ. പ്ലീസ് മാം. അദ്ദേഹത്തെ കുറിച്ച് ഇപ്പൊ ഞാൻ പെട്ടെന്ന് എന്ത് പറയാനാ, ഐ എം സോ ഹാപ്പി ടു ഹാവ് വർക്ക് വിത്ത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ അദ്ദേഹത്തിനെ കുറിച്ച്. പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ വരുന്ന ഒരു ഇൻസിഡന്റ്, നമ്മളെല്ലാവരും സെറ്റിൽ എങ്ങനെ ഇരിക്കുകയായിരുന്നു. സോ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ നേരത്തെ കാക്കത്തൂറി. And we were like, oh my god, what has happened? നമ്മളെല്ലാരും ഇങ്ങനെ അതിശയിച്ചു പോയി ആ ഒരു ഇൻസിഡന്റ് കണ്ടിട്ട്. Oh my god. എന്നിട്ട് എനിക്ക് തോന്നുന്നു കാക്കിക്ക് വല്ല തൂറ്റൽ എന്തോ ആയിരുന്നു, കാരണം അത്രയും അദ്ദേഹത്തിന് നേരത്തെ വീണിട്ടുണ്ട്. സോ അദ്ദേഹം സ്വയം എണീറ്റ് ടിഷ്യൂ പേപ്പർ എടുത്ത് തുടച്ചു. അങ്ങനെ we were like, oh my god, it's a moment to watch. എന്നിട്ട് അദ്ദേഹം സ്വയം എണീറ്റ് പോയിട്ട് വെള്ളം എടുത്ത് കഴുകി. ഞങ്ങളെല്ലാരും ഞെട്ടി, കാരണം ഹിസ് നോട്ട് എ നോർമൽ പേഴ്സൺ, അറിയാലോ എല്ലാവർക്കും. സോ അത്രയും വലിയൊരു സ്റ്റാർ ഒറ്റയ്ക്ക് സ്വന്തം കൈകൾ കൊണ്ട് അത് ചെയ്തു. എന്തോ ഭാഗ്യത്തിൽ ഐ വാസ് പ്രസന്റ് അറ്റ് ദാറ്റ് മൊമെന്റ്. എനിക്ക് ആ മൊമെന്റ് കാണാൻ പറ്റി, വിറ്റ്നസ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മളെല്ലാവരും വിചാരിച്ചു കാക്കേനെ എന്തെങ്കിലും ചെയ്യുമോന്ന്. ബട്ട് ഹി ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ വെരി വെൽ. അദ്ദേഹം ആ കാക്കേനെ തുപ്പി ഓടിക്കുകയാണ് ചെയ്തത്. ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം നോർമൽ പേഴ്സൺ പോലും അല്ല, ബട്ട് സ്റ്റിൽ ഐ അഡ്മയർ ഹിം. ആൻഡ് ഐ തിങ്ക് ഇനി ഇങ്ങനെ ആക്ച്വലി കാക്കകൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. കാക്ക തൂർന്നതൊക്കെ പറഞ്ഞ ഒരു രാജ്യദ്രോഹ കുറ്റമായിട്ട് അദ്ദേഹം വെറുതെ വിട്ടു. ആൻഡ് താങ്ക് ഗോഡ് ഐ വാസ് ദേർ അറ്റ് ദാറ്റ് മൊമെന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ, സച്ച് എ ജെന്റിൽമാൻ.